നമസ്കാരം സുഹൃത്തുക്കളെ, ദ ട്രൂത്തിൻ്റെ അടുത്ത അധ്യായത്തിലേക്ക് സ്വാഗതം. ലോകരാഷ്ട്രീയങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് രണ്ട് പക്ഷങ്ങളിലൂടെയാണ്. ഒന്ന് തീവ്ര വലതുപക്ഷം. മുതലാളിത്തത്തിന് വേണ്ടി വാദിക്കുന്ന രാഷ്ട്രീയ സംസ്കാരമാണിത്. ഇവർ വിശ്വസിക്കുന്നു മുതലാളിത്തം വളരുന്നതിലൂടെ തൊഴിലും തൊഴിലിടവും സമൂഹവും വളരുന്നു എന്ന്. രണ്ടാമത്തേത് സോഷ്യലിസ്റ്റ് അടിസ്ഥാനമായ ഇടതുപക്ഷമാണ്. സ്വകാര്യ സമ്പത്ത് സമ്പാദിക്കുന്നത് വിലക്കുന്ന ഈ പക്ഷം മുതലാളിയെ വർഗശത്രുവായി കാണുന്നു. സ്റ്റേറ്റ് അതിൻ്റെ പരമാധികാരം ഉപയോഗിച്ച് തൊഴിലാളികളെ സംരക്ഷിക്കണം എന്നതാണ് ഇടതുപക്ഷത്തിൻ്റെ വാദം. പക്ഷേ ഇന്ത്യ സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഇതിൽ നിന്നും വിഭിന്നമായി ഒരു പുതിയ ആശയം ലോകത്തിന് പരിചയപ്പെടുത്തി. അതാണ് മിക്സഡ് എക്കണോമിക് പോളിസി. ആ മിക്സഡ് എക്കണോമിക് പോളിസിയിൽ ഇന്ത്യ നിലനിൽക്കുന്നത് ഇടതോട് ചേർന്ന മധ്യപക്ഷത്തിലാണ്. അതായത് തൊഴിലാളിയുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനോടൊപ്പം മുതലാളിക്ക് ഗുണകരമായ രീതിയിൽ അവസരങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കുക. ലാഭം ആഗ്രഹിക്കുന്ന മുതലാളിക്ക് ലാഭം ലഭിക്കത്തക്കവണ്ണമുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഒരുക്കുമ്പോഴും തൊഴിലാളിയുടെ തൊഴിലിടത്തെ സംരക്ഷിക്കുക. അതാണ് ഇടതോട് ചേർന്ന മധ്യപക്ഷം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നമ്മുടെ ഗവൺമെൻറ് വലതിനോടടുക്കുന്ന മധ്യപക്ഷത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. മുതലാളിയുടെ സംരക്ഷണത്തിന് വേണ്ടി സർക്കാരിൻ്റെ പല നയപരിപാടികളും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ മുന്നിലുള്ള ഒരു ഉദാഹരണത്തിലൂടെ വിവരിക്കുകയാണ് ഇന്നത്തെ ഉദ്ദേശം. അതിനുവേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത് LICയിൽ നടക്കാൻ പോകുന്ന IPO എന്ന ഒരു പുതിയ പദ്ധതിയാണ്. അതിൻ്റെ ഫുൾ ഫോം ഇനീഷ്യൽ പബ്ലിക് ഓഫർ. LIC ഇപ്പോൾ ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്, അതൊരു കമ്പനിയല്ല. 1956 LIC ആക്ടിനെ അനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനം. പക്ഷേ LICയുടെ ഉടമസ്ഥതയിലും പ്രവർത്തനത്തിലും ചില മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി കേന്ദ്ര സർക്കാർ 956 LIC ആക്ടിലേക്ക് 6 അമെൻമെൻറ്റുകൾ നിർദ്ദേശിച്ചിരിക്കുകയാണ്. 100% സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള LICയുടെ 25% ഷെയറുകൾ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനും LIC ഉദ്യോഗസ്ഥന്മാർക്കും ഏജന്റുമാർക്കും വിതരണം ചെയ്യാൻ വേണ്ടിയുള്ള നിയമമാണിത്. അതായത് ഒരു പൊതുമേഖലാ സ്ഥാപനം എന്ന സ്റ്റാറ്റസിൽ നിന്നും LIC ഇനി ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി എന്നുള്ള സ്റ്റാറ്റസിലേക്ക് മാറാൻ പോവുകയാണ്. കുറച്ചുകൂടെ ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ LICയിൽ സ്വകാര്യവൽക്കരണത്തിൻ്റെ ആദ്യ പടി നടക്കുകയാണ്. ഇതിനെക്കുറിച്ച് ഉള്ള ഒരു വിശകലനമാണ് ഇന്നത്തെ അധ്യായത്തിൽ ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. സ്വകാര്യവൽക്കരണം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒന്നാണോ? എൻ്റെ ഉത്തരം അല്ല. സ്വകാര്യവൽക്കരണം എന്നത് പുതിയ മാറുന്ന സാമ്പത്തിക വ്യവസ്ഥയിൽ നമുക്ക് ഒഴിച്ചുകൂടാനാവാത്തത് തന്നെയാണ്. അതിന് അതിൻ്റേതായ ഗുണങ്ങളും അതുപോലെ തന്നെ ദോഷങ്ങളുമുണ്ട്. സ്വകാര്യവൽക്കരണത്തിന് വേണ്ടി വാദിക്കുന്ന ആളുകൾ പറയുന്ന ഗുണഗണങ്ങൾ ആദ്യം നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്ന്, അത് സ്ഥാപനത്തിൻ്റെ പ്രവർത്തനശേഷിയെ വർദ്ധിപ്പിക്കുന്നു. 2, അത് കൂടുതൽ ലാഭം സൃഷ്ടിക്കുന്നു. 3, അത് മാർക്കറ്റിൽ മത്സരം വർദ്ധിപ്പിക്കുന്നതിലൂടെ ഗുണഭോക്താവിന് നല്ല സേവനം ലഭിക്കുന്നു. 4, ഗവൺമെൻറ്റിന് ജോലിഭാരം കുറയുന്നു. അതിലൂടെ ഗവൺമെൻറ്റിന് മറ്റ് സേവന പ്രവർത്തനങ്ങൾക്ക് ശ്രദ്ധയൂന്നാൻ സാധിക്കും. 5, ഒരു ഓഡിറ്റിങ്ങിലൂടെ കൃത്യമായ കണക്ക് വിവരങ്ങൾ പൊതുമധ്യത്തിൽ വയ്ക്കുക വഴി സുതാര്യത വർദ്ധിപ്പിക്കുന്നു. 6, വിദേശ നിക്ഷേപം രാജ്യത്തിലേക്ക് എത്തുക വഴി രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി വളരുന്നു. 7, ഗുണഭോക്താവിന് ലാഭം കൂടുന്നു. കാരണം കൂടുതൽ ലാഭം കിട്ടുന്നതിൻ്റെ ഷെയറുകൾ ലാഭം കൂട്ടുന്നതിന് കാരണമാകുന്നു. 8, യൂണിയൻ പ്രവർത്തനത്തിന് അറുതി വരുത്തുന്നു. തൊഴിൽ സമരങ്ങളും തൊഴിലാളി സംഘടനകളുടെ പ്രാമുഖ്യവും തൊഴിലിടങ്ങളിൽ നഷ്ടപ്പെടുത്തുന്നു. 9, അമിത ചെലവുകൾ അത് കുറയ്ക്കുന്നു. കൃത്യമായ സാമ്പത്തിക മോണിറ്ററിങ്ങിലൂടെ അമിത ചെലവുകൾ അത് കുറയ്ക്കുന്നു. ഇനി LIC എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തെ സംബന്ധിച്ച് ഈ ഗുണഗണങ്ങളെ നമുക്കൊന്ന് പരിശോധിക്കാം. LICയുടെ ഇന്നത്തെ അവസ്ഥ ഇതാണ്. 2019 ഫൈനാൻഷ്യൽ ഇയറിൽ
1.37 ലക്ഷം കോടി രൂപയാണ് അവർ സ്വരൂപിച്ചത്. രാജ്യത്തെ മൊത്തം ഇൻഷുറൻസ് മാർക്കറ്റിൻ്റെ 70.5% LICയുടെ കൈകളിലാണ്. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഈ സ്ഥാപനത്തിന് 291% വളർച്ചയാണ് ഉണ്ടായിട്ടുള്ളത്. സ്ഥാപനം ടാർഗറ്റ് ചെയ്ത പ്രോഗ്രാമിൻ്റെ 90.18% അത് ആക്റ്റീവ് ചെയ്തു. ഇക്വിറ്റി പ്രോഫിറ്റിലൂടെ 23,600 കോടി രൂപ വരുമാനം. 2019 ഫൈനാൻഷ്യൽ ഇയറിൽ 5.61 ലക്ഷം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ഇൻകം. കഴിഞ്ഞ 10 വർഷ കാലയളവിനുള്ളിൽ ലാഭത്തിൽ 180% വർധനവ്. രാജ്യത്തെ ഷെയർ മാർക്കറ്റിൽ വമ്പന്മാരായിട്ടുള്ള റിലയൻസ്, ടാറ്റ, HDFC, SBI, ITC, കൊട്ടാക്, ബജാജ് ഓട്ടോ തുടങ്ങിയ വൻ സ്രാവുകളുടെ വലിയ ഷെയറുകൾ വാങ്ങുന്നതിനായി LIC നിക്ഷേപിച്ചിട്ടുള്ളത് 70,000 കോടി രൂപയോളമാണ്. ഗവൺമെന്റിന്റെ പ്രാഥമിക സൗകര്യങ്ങളുടെ വികസനത്തിന് വേണ്ടി 18 ലക്ഷം കോടി രൂപ LIC വായ്പയായി നൽകിയിട്ടുണ്ട്. പഞ്ചവത്സര പദ്ധതിയുടെ ലിസ്റ്റ് എടുത്തു നോക്കിയാൽ LIC സർക്കാരിന് വേണ്ടി കൊടുത്തിട്ടുള്ള വായ്പകളുടെ ചരിത്രം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നീതി ആയോഗ് വന്നപ്പോഴും LIC വ്യക്തമായ പ്രാതിനിധ്യം ഉറപ്പിച്ചിട്ടുണ്ട്. അതായത് ഒരു പ്രൈവറ്റ് കമ്പനി പ്രവർത്തിക്കുന്നതിനേക്കാൾ എത്രയോ നന്നായി പ്രവർത്തിക്കുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് ഇന്ന് LIC. അതുകൊണ്ട് തന്നെ മേൽപ്പറഞ്ഞ ഗുണങ്ങളിൽ ആദ്യത്തെ 2 ഒരു കാരണവശാലും LICക്ക് പ്രൈവറ്റൈസേഷനുള്ള ഒരു കാരണമായി മാറുന്നില്ല. ഇനി മൂന്നാമത്തെ ഗുണം എന്താണ്? മത്സരം വർദ്ധിക്കുന്നതിലൂടെ ഗുണഭോക്താവിന് നല്ല സർവീസ് ലഭിക്കുന്നു എന്നുള്ളതാണ്. നിലവിൽ തന്നെ ഇന്ത്യയിൽ SBI ലൈഫ്, ICICI, HDFC, കൊടാക്, IDBI, ഫെഡറൽ ബാങ്ക് ഇവർക്കൊക്കെ ഇൻഷുറൻസ് പോളിസികളുണ്ട്. വലിയ വലിയ ആകർഷണങ്ങൾ നൽകിക്കൊണ്ട് ബിസിനസ് നടത്താൻ ശ്രമിക്കുമ്പോഴും LICയോടൊന്ന് മുട്ടി നിൽക്കാൻ പോലും ഇവർക്കാർക്കും സാധിച്ചിട്ടില്ല. കാരണം അത് പൊതുജനം LICക്ക് കൊടുത്ത വിശ്വാസ്യതയാണ്. ആ വിശ്വാസ്യതയുടെ ആധാരം LIC ഒരു ഗവൺമെൻറ് സ്ഥാപനം അല്ലെങ്കിൽ ഒരു പൊതുമേഖലാ സ്ഥാപനം ആണ് എന്നുള്ളതാണ്. ചെറുതാണെങ്കിൽ പോലും സ്വകാര്യവൽക്കരണത്തിലൂടെ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ ഗവൺമെൻറ് ഓണർഷിപ്പിന് വെള്ളം ചേർത്താൽ പിന്നെ ഈ പ്രൈവറ്റ് കമ്പനികളും LICയും തമ്മിലുള്ള വ്യത്യാസം കുറയാൻ തുടങ്ങും. സ്വാഭാവികമായും അത് LICയുടെ വിശ്വാസ്യതയെ കുറയ്ക്കും. അപ്പോൾ ചെറുതാണെങ്കിലും ഈ പ്രൈവറ്റൈസേഷൻ LICക്ക് ഗുണം ചെയ്യുകയാണോ ചെയ്യുക, അതോ പ്രൈവറ്റ് കമ്പനികൾക്ക് ഗുണം ചെയ്യുകയാണോ ചെയ്യുക? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. നിങ്ങളിത് ചിന്തിക്കണം. കാരണം നിങ്ങളുടെയും എൻ്റെയും പണത്തിൻ്റെ കാര്യമാണ്. LICയും പ്രൈവറ്റ് കമ്പനികളും തമ്മിലുള്ള വ്യത്യാസത്തെ കുറയ്ക്കുകയും മാർക്കറ്റ് പ്രൈവറ്റ് കമ്പനിക്കും കൂടി യോജിക്കത്തക്ക രീതിയിൽ പരുവപ്പെടുത്തി കൊടുക്കുകയുമാണ് പുതിയ തീരുമാനത്തിൻ്റെ ഉദ്ദേശം. ഇനി ഇതിൽ അപകടം എന്താണ്? നിങ്ങൾക്കൊരു കാര്യം അറിയുമോ? LICയുടെ ഹിസ്റ്ററിയിൽ ക്ലെയിം സെറ്റിൽമെൻറ്റിൻ്റെ ഇന്നത്തെ റേഷ്യോ 99%. അതായത് എന്തെങ്കിലും അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ വാഗ്ദാനം ചെയ്ത പണം കൊടുക്കുന്നതിൻ്റെ ചരിത്രം LICക്ക് 99%. ഒരു പ്രൈവറ്റ് കമ്പനി LIC പോലെ തളർച്ചു വളർന്നു കഴിഞ്ഞാൽ ലാഭക്കൊതിയന്മാരായ മുതലാളി സെറ്റിൽമെൻറ്റ് തരാനാണോ ശ്രമിക്കുക, അതോ സെറ്റിൽമെൻറ്റ് കൊടുക്കാതെ ലാഭം കൂട്ടാനാണോ ശ്രമിക്കുക? അതുകൊണ്ട് ഇൻഷുറൻസ് പോളിസി പോലത്തെ അല്ലെങ്കിൽ ഇൻഷുറൻസ് മേഖല പോലുള്ള സ്ഥാപനങ്ങൾ, വലിയ പണത്തെ ഡീൽ ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ എളുപ്പത്തിൽ സ്വകാര്യവൽക്കരണത്തിന് അവസരങ്ങൾ ഒരുക്കി കൊടുക്കുന്നത് ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന സാമാന്യ ജനതയ്ക്ക് ദോഷം മാത്രമേ ചെയ്യുകയുള്ളൂ എന്ന് ലോകരാഷ്ട്രങ്ങളിലെ അനുഭവങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ മത്സരത്തിൻ്റെ രഹസ്യം അത്രയേ ഉള്ളൂ. ഇനി ഒരു കാര്യം കേട്ടുള്ളൂ. നമുക്കൊരു മിനിസ്ട്രി ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് പബ്ലിക് അസസ് മാനേജ്മെൻറ്റ്. അവർ ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ഇപ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കുന്നതിനുള്ള ഒരു ലിസ്റ്റ്. ഭാരതീയ പെട്രോളിയം, ഷിപ്പിംഗ് കോർപ്പറേഷൻ, കണ്ടെയ്നർ കോർപ്പറേഷൻ,
തെഹരി ഹൈഡ്രോ ഡെവലപ്മെൻറ്റ്, നോർത്ത് ഈസ്റ്റ് ഇലക്ട്രിക് പവർ കോർപ്പറേഷൻ, അത്യധികം ലാഭത്തിലോടുന്ന ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്ക് ഇനി സ്വകാര്യവൽക്കരണം വരാൻ പോവുകയാണ്. സർക്കാരിൻ്റെ ജോലിഭാരം കുറയ്ക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആ ജോലിഭാരം കുറയുന്നത് കൊണ്ട് സേവന മേഖലയിൽ എന്തെങ്കിലും ഗുണം ലഭിക്കണ്ടേ? പക്ഷെ അതുമില്ല. കാർഷിക വൃത്തിയെയും വിദ്യാഭ്യാസത്തെയും പോലും സ്വകാര്യവൽക്കരണത്തിലേക്ക് നയിക്കുന്നതിനെ കുറിച്ചാണ് പുതിയ സർക്കാർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ് സർക്കാരിൻ്റെ ഉദ്ദേശം? എല്ലാം പ്രൈവറ്റ് ഏജൻസികളെ ഏൽപ്പിച്ച് ഒരു നോക്കുകുത്തിയായിരിക്കാനാണോ? ഏറ്റവും ലാഭത്തിലോടുന്ന കമ്പനികളെ പ്രൈവറ്റൈസ് ചെയ്യുകയല്ല ഏറ്റവും ശരിയായ രീതി. വെല്ലുവിളികൾ നേരിടുന്ന കമ്പനികളെ സ്വകാര്യ ഏജൻസിയുടെ സഹായത്തോടെ ഉയർത്തിക്കൊണ്ടുവന്ന ചരിത്രം നേരത്തെയുള്ള സർക്കാരുകൾ നടപ്പിലാക്കിയിട്ടുണ്ട്. അത് ശരിയായൊരു രീതിയായിരുന്നു. പകരം ലാഭത്തിലോടുന്ന സ്ഥാപനങ്ങളെ സ്വകാര്യ വ്യക്തിക്ക് നൽകുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്വകാര്യവൽക്കരണത്തിന് ഒരുക്കുക എന്ന് പറയുന്നത് ഒരു ക്രോണിക് ക്യാപിറ്റലിസത്തിലേക്കുള്ള ആദ്യപടിയാണ്, മുതലാളിത്തത്തിലേക്കുള്ള ആദ്യപടിയാണ്. ഇനി കൃത്യമായ കണക്ക് വിവരങ്ങൾ പുറത്തുവിടുക വഴി LICയെ സുതാര്യമാക്കാൻ അതിന് പ്രൈവറ്റൈസേഷൻ്റെ ആവശ്യമില്ല. ഏതെങ്കിലും ഒരു സ്വതന്ത്ര ഏജൻസിയെ ഏൽപ്പിച്ചാൽ മതിയാകും. അടുത്ത കാര്യം പറയുന്നത് വിദേശ മൂലധനത്തെക്കുറിച്ചാണ്. നിലനിൽക്കുന്ന സാഹചര്യങ്ങളിൽ വിദേശ മൂലധനം ഇൻഷുറൻസിൽ ഇടപെടുന്നതിനെ കുറിച്ച് സംസാരിച്ചിട്ടില്ല. പക്ഷേ ഇതിൻ്റെ പേര് ഇനീഷ്യൽ പബ്ലിക് ഓഫർ എന്നാണ്. എത്ര ശതമാനം വരെ ഓഹരികൾ വിൽക്കും എന്നുള്ളതിനെക്കുറിച്ച് സർക്കാർ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. വിദഗ്ധന്മാർ പറയുന്നത് അത് 50% തന്നെ ആയേക്കാം എന്നാണ്. എങ്കിൽ ആ സമയങ്ങളിൽ വിദേശ മൂലധനം സ്വീകരിക്കുമോ? അങ്ങനെ വിദേശികൾ ഇന്ത്യൻ ഇൻഷുറൻസിൽ ഇടപെടാൻ തുടങ്ങിയാൽ നമുക്ക് ലാഭം കൂടുകയല്ല ചെയ്യുക. പകരം പെൻഷൻ സ്കീം ഉൾപ്പെടെയുള്ള ഭീമമായൊരു തുക വിദേശ ഏജൻസികളുടെ കൈകളിൽ കിട്ടിയാൽ അവരത് ഗ്ലോബൽ മാർക്കറ്റിൽ ഉപയോഗിക്കും. നമ്മുടെ കരുതലിന് വെച്ച പണം കൊണ്ട് നമ്മുടെ റിസോഴ്സുകളിൽ നിന്നും വിദേശി ലാഭം കൊയ്യുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കേണ്ടി വരും. മാത്രമല്ല, എങ്ങാനും പിന്നീട് ഒരു ആഗോള സാമ്പത്തിക മാന്ദ്യമുണ്ടായാൽ നമ്മുടെ പണം ഗോപി. കാരണം എന്താണ്? ഇതിനു മുമ്പ് ആഗോള സാമ്പത്തിക മാന്ദ്യമുണ്ടായ സമയത്ത് ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിട്ടിട്ടുണ്ടായിരുന്നത് ഇൻഷുറൻസ് മേഖലയിലാണ്. പക്ഷെ അപ്പോഴും ഇന്ത്യയിൽ LIC അങ്ങേയറ്റം സുരക്ഷിതമായ സ്റ്റാറ്റസ് നിലനിർത്തിയിരുന്നു എന്നുള്ളത് മറക്കാൻ പാടില്ല. അടുത്തത് എന്താ പറയുന്നത്? ഗുണഭോക്താവിന് ലാഭം കൂടും. ഇന്നത്തെ നില പറയാം. മൊത്തം ലാഭത്തിൻ്റെ 5% മാത്രമാണ് സർക്കാർ എടുക്കുന്നത്. ബാക്കി 95% പോളിസി ഹോൾഡേഴ്സിന് ബോണസായി നൽകുകയാണ്. 70.5% മാർക്കറ്റും LICയുടെ കയ്യിലാണ്. അപ്പം ലാഭം ഇന്ത്യയിൽ ഇനി ഒരു പരിധിയിൽ കൂടാനുള്ള സാധ്യതയില്ല. എങ്കിൽ പിന്നെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ എണ്ണം കൂടുമ്പോൾ ലാഭം വിഹിതം ചെയ്യുന്നതല്ലേ കൂടുക? ലാഭം വിഹിതം ചെയ്യുന്നത് കൂടിയാൽ ഗുണഭോക്താവിന് ലാഭം കൂടുകയാണോ ചെയ്യുക, കുറയാണോ ചെയ്യുക? ഷെയർ ഹോൾഡേഴ്സിൻ്റെ എണ്ണം കൂടുക എന്ന് പറഞ്ഞാൽ മുതലാളിമാരുടെ എണ്ണം കൂടുക. മുതലാളിമാരുടെ എണ്ണം കൂടിയാൽ ലാഭം കൂടുതലായി വീതം വെച്ചാൽ ഗുണഭോക്താവിന് കിട്ടുന്ന ലാഭം കൂടുകയാണോ ചെയ്യുക, കുറയുകയല്ലേ ചെയ്യുക? സാമാന്യ ബുദ്ധിയല്ലേ അത്? ഇനി അടുത്തതെന്താ? യൂണിയൻ പ്രവർത്തനത്തിനുള്ള അറുതി. ഇത് പ്രൈവറ്റൈസേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റായി കാണുന്ന ഒരു ഗുണമായി പറയുന്ന സംഭവമാണ്. എവിടെ? മുതലാളിത്ത രാജ്യങ്ങളിൽ. നമ്മൾ ഈ പറയുന്ന അമേരിക്ക ഉൾപ്പെടെയുള്ള ഇന്ന് നമ്മൾ ഘോഷിക്കുന്ന വികസിത രാജ്യങ്ങളിൽ പറയുന്ന ഒരു പോയിന്റാണ്. പക്ഷെ തൊഴിലാളിയുടെ ശക്തിയെ നശിപ്പിക്കുക എന്ന് പറയുന്നത് ജനാധിപത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഭൂഷണമല്ല. ജനാധിപത്യ രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് തൊഴിലാളി യൂണിയനുകൾ. അപ്പോൾ ഇത് മുതലാളിത്തത്തിൻ്റെ ഭാഷയാണ് സംസാരിക്കുന്നത്. ഈ ഗുണഗണങ്ങൾ എന്ന് പറയുന്നത് നമ്മളുടെ തൊഴിൽ സംസ്കാരത്തിന് ചേർന്നതല്ല. അപ്പോൾ ഈ പറഞ്ഞ 7ാമത്തെയും 8ാമത്തെയും പോയിന്റുകൾ LICക്ക് ബാധകമല്ല. തീർച്ചയായിട്ടും ഇതിനെ അംഗീകരിച്ചു കൊടുക്കുക തന്നെ വേണം. കണിശമായ പ്രവർത്തനത്തിലൂടെ കൃത്യമായ വരവ് ചെലവുകൾക്ക് കണക്കുകൾ വെച്ചുകൊണ്ട് ഒരു പ്രൈവറ്റ് കമ്പനി നടത്തുന്ന അത്രയും സ്ട്രിക്റ്റായി ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന് പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ലെന്നിരിക്കും. അതുകൊണ്ട് അമിത ചെലവുകൾ കുറയ്ക്കുന്നതിൽ ഒരു പ്രൈവറ്റൈസേഷൻ കൊണ്ട് ഗുണം ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ അതിനും പ്രൈവറ്റൈസേഷൻ ഒരു അവസാന മാർഗമൊന്നുമല്ല. എന്നിരുന്നാലും നഷ്ടപ്പെടുന്ന ഇത്രയും വലിയ സാധ്യതകളെ വെച്ച് നോക്കുമ്പോൾ ഈ ലാഭം തുച്ഛമാണെന്ന് വേണം പറയാൻ. ഏറ്റവും പ്രധാനപ്പെട്ട 2 വെല്ലുവിളികൾ ഞാൻ ആവർത്തിക്കാം. കൂടുതൽ സ്വകാര്യവൽക്കരണത്തിലൂടെ
ഇതൊരു പ്രൈവറ്റ് കമ്പനിയായി മാറിക്കഴിയുമ്പോൾ ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന പോളിസി ഹോൾഡേഴ്സിന് ക്ലെയിം സെറ്റിൽമെൻറ്റ് കിട്ടാനുള്ള സാധ്യത പാടെ കുറയും. ചെറുതും വലുതുമായ കാരണങ്ങൾ പറഞ്ഞ് നമുക്ക് അവകാശപ്പെട്ട പണം അവർ നിഷേധിക്കും. കാരണം ഒരു പ്രൈവറ്റ് കമ്പനിയോ അല്ലെങ്കിൽ ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയോ കൂടുതൽ നോക്കിക്കാണുന്നത് ലാഭത്തിലേക്കായിരിക്കും. മുതലാളിയുടെ ലാഭക്കണ്ണ് നമുക്ക് വിനയായി വരും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വലിയ ആപത്ത് അതാണ്. രണ്ടാമത്തേത്, ഇത്തരത്തിലുള്ള വെള്ളം കലർത്തലിലൂടെ ഒരു സർക്കാർ സ്ഥാപനം എന്നുള്ള സ്റ്റാറ്റസ് LICക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ LICയും പ്രൈവറ്റ് കമ്പനികളും തമ്മിലുള്ള വ്യത്യാസം കുറയും. സ്വാഭാവികമായും മാർക്കറ്റ് വിഭജിക്കപ്പെടും. കൂടുതൽ ആളുകൾ പ്രൈവറ്റ് കമ്പനികൾ വലിയ വലിയ വാഗ്ദാനങ്ങൾ നൽകി കൊണ്ടുപോകും. താമസിയാതെ LIC അടച്ചുപൂട്ടേണ്ടി വരും. ഒരിക്കലും നിങ്ങൾ അത്ഭുതപ്പെടേണ്ട, നമ്മുടെ മുന്നിൽ ജീവിക്കുന്ന ചരിത്രം തന്നെയുണ്ട്. BSNLന് ഡാറ്റ കൊടുക്കാതെ 4G കൊടുക്കാതെ പ്രൈവറ്റ് കമ്പനികൾക്ക് വേണ്ടി ഒത്താശ ചെയ്ത ഒരു സർക്കാരാണ് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും നന്നായി നടന്നു പോയിക്കൊണ്ടിരുന്ന BSNLന്റെ ശൃംഖലയെ മുഴുവനും ഡാറ്റ കൊടുക്കാതെ നശിപ്പിച്ചിരിക്കുകയാണിപ്പോൾ. അത് നമ്മുടെ വലിയ ചരിത്രമായി, ഒരു ജീവിക്കുന്ന ചരിത്രമായി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ഇനി ഞാൻ എൻ്റെ ബുദ്ധിയിൽ തോന്നിയ ഒരു ചിന്ത പറയാം. LIC പറയുന്നു രേഖാമൂലം അവരുടെ ആസ്തി 32 ലക്ഷം കോടി രൂപയാണ്. ബുക്ക് വാല്യൂ സ്വാഭാവികമായും ബുക്ക് വാല്യൂയുടെ ഒരു 3 മടങ്ങെങ്കിലും മതിപ്പ് വില ഉണ്ടാവും. എങ്കിൽ ഒരു 100 ലക്ഷം കോടിയോടടുത്താണ് LICയുടെ മതിപ്പ് വില. നമ്മുടെ ഫൈനാൻസ് മിനിസ്റ്റർ പറഞ്ഞത് 10% ഷെയറുകൾ വിതരണം ചെയ്യുന്നു, 90,000 കോടി രൂപ വിലയുള്ളത്. അത് ശരിയല്ലല്ലോ. 10% ഷെയറുകൾക്ക് 90,000 കോടി രൂപയല്ല വില. അത് ഏകദേശം 10 ലക്ഷം കോടിയോളം രൂപ വിലയുള്ളതാണ്. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? LICയുടെ വില കുറയ്ക്കുകയാണോ ഉദ്ദേശം? എങ്കിൽ അതിൻ്റെ നഷ്ടം നമ്മുടെ രാജ്യത്തിൻ്റെ നഷ്ടമാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് വരെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതിയാണ് നടക്കാൻ പോകുന്നത്. ലിസ്റ്റ് ചെയ്യപ്പെട്ടാൽ ഷെയർ വാങ്ങുന്നതിന് ഡിസ്കൗണ്ട് അനുവദിച്ചിട്ടുണ്ട് LICയിലെ ഉദ്യോഗസ്ഥന്മാർക്ക്. താൽക്കാലികമായി LICയിലെ ഉദ്യോഗസ്ഥന്മാർക്ക് ഗുണം ലഭിച്ചേക്കാവുന്ന ഒരു പദ്ധതിയാണ് ഇനി സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. പക്ഷേ എന്നിട്ടും LICയിലെ മുഴുവൻ ജീവനക്കാരും ഇന്ന് പ്രതിഷേധത്തിലാണ്. അവർക്ക് ലഭിച്ചേക്കാവുന്ന ചെറിയ ഗുണഗണങ്ങളെ പോലും മാറ്റിവെച്ചുകൊണ്ട് LICയിലെ മുഴുവൻ ജീവനക്കാരും രാഷ്ട്രീയ മത ജാതി ഭേദമന്യേ ഒരേ സമരത്തിൻ്റെ കീഴിൽ അണിനിരക്കുമ്പോൾ അവർ നോക്കിക്കാണുന്നത് വലിയ ഭാവിയിൽ, തുടർ ഭാവിയിൽ ഇത് LICയെ നശിപ്പിക്കും എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഒരു പൊതുമേഖലാ സ്ഥാപനത്തെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം അതിലെ ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രമല്ല, ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന സാധാരണക്കാരൻ്റെ കൂടെ ഉത്തരവാദിത്തമാണ് എന്നതാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് തന്നെ LICയുടെ ജീവനക്കാരുടെ ഈ സമരത്തിന് പൂർണ്ണമായ പിന്തുണ നൽകിക്കൊണ്ട് വരാനിരിക്കുന്ന മുതലാളി വൽക്കരണത്തിൻ്റെ കാരാളഹസ്തങ്ങളിൽ നിന്നും രാജ്യത്തെ രക്ഷിക്കാൻ നമുക്ക് പ്രതിജ്ഞാബദ്ധരാകാം എന്ന് നിർദ്ദേശിച്ചുകൊണ്ട്, എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം വിടവാങ്ങുന്നു. നമസ്കാരം.